നമസ്കാരം. മിസോറാമിന്റെ തലസ്ഥാനമായ ഐസോളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ബാരാ ബസാർ ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കാണാനായി സാധിക്കുന്നുണ്ടോ? എന്നാലൊരു കാര്യം പറയാം, ഒരു കട പോലും ഇന്ന് ഇവിടെ തുറന്നിട്ടില്ല. കാരണം ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അതായത് നമുക്കൊരു ദാഹിച്ചാൽ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണമെങ്കിൽ പോലും ഒരു കട പോലും ഇല്ല, ഒന്നും തുറന്നിട്ടില്ല. ഇന്നൊരു സൺഡേ ആണെന്ന് ഞങ്ങള് സൈറങ്ങളിൽ എത്തിയ സമയത്ത് തന്നെ അറിഞ്ഞാണ്. പക്ഷെ ഇവിടം വരെ വന്ന സമയത്ത് എന്തായാലും ഐസോളൊക്കെ കാണണമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയതുകൊണ്ട് ആയിരിക്കാം ഈ പറഞ്ഞ ആ ഒരു ഹോളിഡേ. എന്നാലും നോക്കിയേ, ഇതൊരു തിരക്കേറിയ ഭാഗമാണ്. നല്ല വഴികളാണ്, നല്ല വൃത്തിയാണ്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ടാക്സിയാണ്, അത് നമുക്ക് വേണ്ട. ഞങ്ങളെന്തായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾക്ക് ആദ്യം പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു നഗരം മലയിടുക്കിലാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഓരോരോ ഭാഗത്തായിട്ടാണ്. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് വന്ന സമയത്ത് പോലും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ക്ഷമ വേണ്ട, ഒരാളും കുത്തിക്കയറ്റില്ല. ആ ഒരു ക്യൂവിൽ തന്നെ നിൽക്കും. ഇടക്ക് കയറാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അതാണ് നല്ലൊരു പ്രവൃത്തി. ഇങ്ങനെ ആവണം എല്ലാവരും. ഇടക്ക് കുത്തിക്കയറ്റുന്ന മഹാന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണണം. ബാരാ ബസാറിന്റെ അടുത്തുള്ള ഒരു ചർച്ചാണിത്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്, മില്ലേനിയം സെന്റർ. അപ്പോൾ ബാരാ ബസാറിലേക്ക് അതുവഴി നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ഇനി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെയുള്ള ടാക്സികളില്ലേ, കൂടുതലും ഓൾട്ടോയും സെല്ലേരിയും ആണ്. അതിനൊക്കെ ഇവിടെ നല്ല മൈലേജ് കിട്ടുമല്ലോ, കാരണം ഇതൊക്കെ നല്ല കയറ്റമുള്ള ഭാഗമല്ലേ. നമുക്കിപ്പോൾ ഈ ഒരു ക്ലോസ് ആയ കടേൻ്റെ മുൻഭാഗം വഴി ഈ ടൗണിൻ്റെ ചെറിയൊരു കാഴ്ച കണ്ട് നടക്കാം. അതെ ഇത്തവണ വന്നിട്ട് പറ്റുന്നുള്ളൂ. എന്തായാലും ഇവിടെ നല്ല കാലാവസ്ഥയാണ്. അതായത് ഒരു ഇളം ചൂടും അതുപോലെ തന്നെ ചില സമയത്ത് നല്ലൊരു തണുത്ത കാറ്റുണ്ട്. അതാണ് ഏറ്റവും രസം. MZ എന്നാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ. പിന്നെ ഇതൊക്കെ ടാക്സിയാണ് ഈ കാണുന്നത്, 2 വീലർ ടാക്സി. അപ്പോൾ ഈ നഗരത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പം കാറ് തന്നെ ആക്കണമെന്നില്ല, 2 വീലറിലും പോവാം. അതാകുമ്പോൾ വലിയ പൈസയൊന്നും ഉണ്ടാവില്ല. ഒരു ഇടുങ്ങിയ വഴി നേരെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നൊരു പോയിന്റ് ഉണ്ട്, അവിടത്തേക്കാണ് ഇനി പോകുന്നത്. ഈ രണ്ട് ഭാഗത്തും ഒരുപാട് കടകൾ തന്നെയാണ്. ഇപ്പം നോർമൽ ഡേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിരക്കുണ്ടാവുന്നൊരു ഭാഗം തന്നെയാകാം ഇതൊക്കെ. ഐസോൾ വെങ്ക്ലൈ എന്നുള്ള ഒരു ഭാഗമില്ലേ, അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്. അത് ഇതുവഴിയാണ്, താഴെ കൂടെയും പോകാൻ പറ്റും. എല്ലാം ഇടുങ്ങിയ വഴിയാണിതാ, ഇത്രയേ ഉള്ളൂ ആകെ. ഇപ്പം ഇതുവഴി കൂടുതലും 2 വീലറുകൾ മാത്രമേ പോകുന്നുള്ളൂ. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇല്ല ഭാഗമില്ലേ, അവിടെ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. അതായത് ആ സൈഡിൽ നിന്നാണ് ഇറങ്ങി ഇങ്ങനെ ഇതുവഴി ഒരു സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങി അങ്ങനെയാണ് ഇവിടെ എത്തിയത്. വലിയൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയാൽ എന്തെങ്കിലും ഈ ഭാഗത്തേക്ക് വ്യൂ കിട്ടുമോ നമുക്ക് നോക്കാം. കാരണം ആ ഒരു സിറ്റിയുടെ പല ഭാഗത്തെ ഒരു കെട്ടിടത്തിൻ്റെ വ്യൂ ആണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സ്റ്റെപ്പ് ഒരുപാട് കയറാനുണ്ട്. ചർച്ച് ഇവിടെയാണേ. ഈ ഭാഗത്ത് വന്നാലാണ് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുക. എത്ര കെട്ടിടങ്ങൾ! ഇത് അങ്ങനത്തെ ആ ഭാഗം വരേണ്ടത് അതൊക്കെ ഒരുപാട് ദൂരെയാണേ. അതായത് ഇപ്പോൾ കാണുന്നത് ഈ ഭാഗത്തെ കാഴ്ച. ഇനി ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മലനിരകളെയൊക്കെ കാണാം. ദേ അതൊരുപാട് ദൂരെയാണ്, വലിയ വലിയ മലനിരകളൊക്കെ. അങ്ങ് അവിടെയും ഒരു പള്ളിയുള്ളത് കാണാം. വളരെ ദൂരെയായി ഒരുപാട് മലനിരകൾ കാണാം. ഐസോൾ നഗരത്തിൻ്റെ ചിന്നിച്ചിതറിയ ഭാഗങ്ങൾ ഓരോ ഭാഗത്തായിട്ടാണുള്ളത്. അങ്ങത ആ ഒരു മലേൻ്റെ മേലെയും കുറച്ച് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഓരോ ഭാഗത്തായിട്ടും ചർച്ചുകളും ഉണ്ട്. രാത്രിക്ക് ഈ ഒരു ഭാഗമില്ലേ, ലൈറ്റൊക്കെ ഇട്ട് എങ്ങനെയായിരിക്കും അല്ലേ, നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ ആ ഇറങ്ങി വന്ന വഴിയും ആ നേരത്തെ കാണിച്ച പള്ളിയില്ലേ, ശരിക്കും പള്ളീൻ്റെ ഇവിടെ വന്നാലാണ് ഈ നല്ലൊരു വ്യൂ കിട്ടുക.
ഈ റോഡ് വഴിയാണ് നമ്മളിപ്പോൾ നേരത്തെ നടന്നു വന്നത്. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. വേണ്ട, ഈ ഒരു ഗ്യാപ്പിലാണ് കെട്ടിടങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ഇന്ന് ഇവിടെ വന്ന സമയത്ത് ആകെ കിട്ടിയൊരു ഭാഗ്യം മഴയില്ല എന്നുള്ളതാണ്. എല്ലാം വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. റോഡിനാകെ ഈ വീതി മാത്രമേ ഉള്ളൂ. ടാക്സികൾക്കൊക്കെ നിർത്താൻ സെപ്പറേറ്റ് അവിടെ ലൈനൊക്കെ ഉണ്ട്. നടന്നു പോകാനുള്ള ഫുട്പാത്തൊക്കെ ഇങ്ങനെയാണ്. ഈ ഐസോളിനെ പറ്റി പറയുകയാണെങ്കിൽ വൃത്തിൻ്റെ കാര്യമാണ്, അതെടുത്ത് പറയേണ്ടതാണ്. ഒരു ഭാഗത്തും ഒരു തരത്തിലുള്ള ചപ്പ് ചവറുകളും നമുക്ക് കാണാനായി സാധിക്കില്ല. കാരണം അത്രയും നല്ല ശുദ്ധവായുവാണ്. എയർ പൊല്യൂഷൻ ഇല്ല ഇവിടെ. AQI ഇല്ലേ, അതിൻ്റെ റാങ്കിങ് എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലെ 2ാമത്തെ സ്ഥാനമാണ് ഈ നഗരത്തിന്. നോർത്ത് ഈസ്റ്റിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഐസോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിസോറാമിലത്തെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും ജനസംഖ്യയുള്ള നഗരം കൂടിയാണ് ഇത്. ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 4,15,000 ഈ പറഞ്ഞ 2024 കണക്ക് പ്രകാരം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐസോൾ എന്ന് പറഞ്ഞൊരു പേരില്ലേ, അതായത് മിസോ ഭാഷയാണ്. ഈ പറഞ്ഞ ഈ ഒരു ഭാഗത്തൊക്കെ, അതായത് മിസോറാമിൽ തന്നെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് മിസോ ആണ്. നമ്മളിപ്പോൾ നടക്കുന്ന സമയത്ത് ഒരുപാട് ലോക്കലായിട്ട് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ മിസോക്ക് പുറമെ ഇംഗ്ലീഷും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐസോളിൻ്റെ ഒരു അർത്ഥം വരുന്ന പറഞ്ഞാൽ മിസോ ഭാഷയിൽ ഐ എന്ന് പറഞ്ഞാൽ ഏറെ എന്നാണ് അർത്ഥം. സ എന്ന് പറഞ്ഞാൽ സമതലം അല്ലെങ്കിൽ പരന്ന പ്രദേശം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മിസോ ഭാഷയായിട്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായിരിക്കാം. ഞങ്ങളിവിടെ വന്നിട്ടിപ്പോൾ 3 മണിക്കൂറായി. ഒരു കട പോലും തുറന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതായത് ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങിക്കാനായിരുന്നു, അതുപോലും ഇല്ല. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ടാക്സി കയറി സൈറംഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നൊരു ടാക്സി ഇല്ലേ, ആ ചേട്ടൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുറകിൽ തന്നെ KFC ഇല്ലേ, ഇവിടത്തേക്കാണ് വരുന്നത് പറഞ്ഞത്. ഇവിടെ ഈ KFC ഒക്കെ ഇന്ന് തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് പോവായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ഐസ്വാളിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല, കേട്ട കാര്യമാണ് പറഞ്ഞത്. ക്രിസ്മസിൻ്റെ സമയത്ത് അടിപൊളിയായിരിക്കുന്നതാണ് അറിഞ്ഞത്. ഇപ്പോഴാണ് ഒരു സിറ്റി ബസ്സിനെ കണ്ടത്. ഐസോൾ സിറ്റി ബസ്. അതിൽ വലിയ തിരക്കൊന്നുമില്ല, ആരും തന്നെ ഇല്ല അതിൽ. പോകാനുള്ള വണ്ടി ഇതാണ്. ഇനിയിപ്പോൾ നേരെ തിരിച്ചിറങ്ങി പോവുകയാണ്. കൂടുതൽ ഇനിയിപ്പോൾ ഇറക്കം തന്നെയാണ്. ഇവിടുന്നൊക്കെ നേരെ നോക്കുവാണെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അവിടെയാണ് ഒരു 35 അല്ലെങ്കിൽ 30 മിനിറ്റ് മാത്രം മതി അവിടെ എത്താൻ. ഇടുങ്ങിയ വഴിയാണ്. പിന്നെ ഇവിടെ ഓട്ടോറിക്ഷകളില്ല, കാറുകൾ മാത്രമേ ഉള്ളൂ. ഈ മുന്നിൽ പോകുന്ന സ്കൂട്ടർ ഇല്ലേ, അത് ടാക്സിയാണ്. ഈ ടാക്സി ഈ സിറ്റിൻ്റെ അകത്ത് മാത്രം. നേരത്തെ വരുമ്പം കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കിട്ടുമോയെന്ന് അറിയില്ല, നോക്കാം. ഇത് ഇങ്ങോട്ട് വരുന്ന ഒരു വഴിയിലാണ് ബ്ലോക്ക്. ഞാൻ നേരത്തെ ഇവരുടെ ഡ്രൈവിംഗ് രീതിയൊക്കെ പറഞ്ഞില്ലേ, ഒരാൾ പോലും ഇടക്ക് കയറുന്നില്ല. നല്ല റോഡുകൾ തന്നെയാണ്, വളഞ്ഞു പോകുന്ന വഴിയുമാണ്. ആ മുന്നിൽ പോകുന്ന ജിപ്സി ഇല്ലേ, അത് പോലീസിൻ്റെയാണ്. അടുത്തതായി ഇനി ഒരു പാലം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ പാലത്തിന്റെ പേര് കുറുങ്ങ് എന്നാണ്. ഇത് ശരിക്കും ഉള്ളത്
സൈറങ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത മിസോറാമിലെ ഏറ്റവും ഉയരമേറിയ പാലം ഇതാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ രണ്ടാമത്തെ പിയർ പാലം കൂടിയാണ്. റോഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽപാതയുള്ളത്. ഇതാണ് ആ ഒരു പാലം. 114 മീറ്റർ ഉയരമാണ് ഇതിനാകെ ഉള്ളത്. അതായത് കുത്തമ്മിനാറില്ലേ, അതിനെക്കാട്ടിയും ഉയരമുണ്ട് ഇതിന്. ബൈറബിയിലേക്കുള്ള ലൈനാണത്. ഇത് നേരെ ഇനിയിപ്പം നമ്മുടെ സൈറങ് ഭാഗത്തേക്കും. അപ്പോൾ ഇതാണ് ആ ഒരു വലിയ പാലം. അങ്ങ് അവിടെ തന്നെ ചെറിയൊരു ടണൽ കൂടിയുണ്ട്. ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഇതാണ്. 500 മീറ്ററേ ഉള്ളൂ. ചെറിയൊരു വഴി. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങളാണ്. ഇങ്ങോട്ടുള്ള റോഡ് കുറച്ച് മോശമാണ്. വെൽക്കം ടു സൈറങ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയാണ്. അതായത് ഇവിടെ എന്തൊക്കെയോ വരുന്നുണ്ട് പുതിയതായിട്ട്. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. നടന്നാൽ ശരിയാവില്ല, മൊത്തം പൊടിയാണ്. റെയിൽവേ സ്റ്റേഷൻ ഉള്ള ഭാഗമില്ലേ, അതൊരു കിടലൻ സ്ഥലം തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഈ ചേട്ടൻ്റെ വണ്ടി ഉള്ളത് ഐസോളിലാണ്. ചേട്ടൻ അങ്ങനെ പോവുകയാണ്. സൈറങ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു 360 വ്യൂ. ഇവിടെയാണ് നേരത്തെ കാറ് വന്ന് ഇറങ്ങിയത്. ഈ ഭാഗത്തേക്കാണ് വലിയ വലിയ മലനിരകളൊക്കെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെയിൽവേക്ക് ഒരുപാട് സ്ഥലമുണ്ടെന്ന്. ഇവിടെയൊക്കെ വേണമെങ്കിൽ പാർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും ഇത് ചെയ്യും. പിന്നെ അവിടേക്ക് എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നത് കാണാം. ഈ ഭാഗത്തേക്കും മലനിരകൾ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി, ഞങ്ങൾ ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിലേക്ക് പോവുകയാണ്. ഒരുപാട് സമയമുണ്ട് ഞങ്ങൾക്കിവിടെ. സൈറങ് റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പം നമ്മൾ വന്നേ. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോറികളൊക്കെ വന്ന് നിർത്തിയത് കാണാം. കാരണം ഇവിടെ ഇപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് സിമൻറ്റോ അരിയോ എന്തൊക്കെയോ ആണ് ഇതിലേക്ക് ഇപ്പോൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ കോഡ് SANG എന്നാണ്. സ്റ്റേഷൻ നോക്കിയാൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഇതാണ്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും മലനിരകൾ തന്നെയാണ്. ഇതേ ഐസോളൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ ഇവിടെ ഇപ്പം തന്നെ ഇരുട്ട് വന്ന് തുടങ്ങിയാണ്. 4 മണി ആകാനായി. അതുപോലെ ബൈറബി ലൈൻ അതാണ്. നമ്മൾ നേരത്തെ ഒരു പാലം കണ്ടില്ലേ, ആ പാലം അങ്ങ് ആ ഭാഗത്താണ്. ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാലം കാണാം. അപ്പോൾ ഇവിടുത്തെ ഒരു ചുറ്റുപാട് ഇങ്ങനെയാണ്. ഒരു കിടിലൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയല്ലേ ഇത്? അടിപൊളി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇവിടത്തേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തലസ്ഥാന നഗരിയായ ഐസോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ILP എടുക്കണം, ഇന്നർ ലൈൻ പെർമിറ്റ്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഓൺലൈൻ വഴി എടുക്കാം. ഓൺലൈൻ വഴി എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒഫീഷ്യലായ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ട് എടുക്കണം. ഞങ്ങൾ 2-3 ദിവസം മുന്നേ തന്നെ വരുന്നതിന് മുന്നേ നോക്കിയാണ്. അത് നല്ല രീതിയിൽ വെബ്സൈറ്റ് ഹാങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമോ, ഇവിടെ വന്നിട്ട് ഒരു പെർമിറ്റിന് ഒരാൾക്ക് 350 രൂപയാണ് വരുന്നത്. ഫോം വാങ്ങാം. ഫോം ഫില്ല് ചെയ്ത് തരാൻ വരെ ഇവിടെ ആൾക്കാരുണ്ട്. അതിന് എക്സ്ട്രാ ഒരു 50 രൂപ കൊടുക്കണം. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒന്നും വേണം കേട്ടോ, എഴുതി മാത്രം മതി. അതിനുശേഷം വീണ്ടും അവിടെ പോലീസിൻ്റെ ഒരു സേയിങ് കൂടെ വേണം. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ്. ILP ഓക്കെയാണ്. ILP ഇല്ലാതെ നമുക്ക് പുറത്തേക്ക് വിടൂല. അപ്പോൾ ഇതാണ് ആ ഒരു മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ശേഷം തന്നെ പുറത്തേക്ക് കഴിഞ്ഞാൽ ക്യാബ് മറ്റു കാര്യങ്ങളുണ്ട്, ഷെയർ ടാക്സി ഉണ്ട്. ഇറങ്ങുന്ന സമയത്ത്, അതായത് ട്രെയിൻ 8:30 ഇവിടുന്ന് രാവിലെ എത്തുന്ന സ്ഥലത്തിലാണ് ഞങ്ങൾ വന്നത്. 9 മണിക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. ബസ്സിലാണെങ്കിൽ ചിലവ് കുറച്ച് പോകാം, അല്ലെങ്കിൽ ഷെയർ ടാക്സി ആക്കിയിട്ട് പോകേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈറങ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2025 സെപ്റ്റംബർ മാസം 13-നാണ് ഇത് പ്രധാനമന്ത്രി ഇത് നാടിന് വേണ്ടി സമർപ്പിച്ചത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ ഇവിടത്തേക്ക് 3 ട്രെയിനുകൾ കൂടി അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടായി. ഒന്ന് പറഞ്ഞാൽ ഗുവാഹട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഡെയിലി വണ്ടി, മറ്റൊന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആഴ്ചയിൽ 3 ദിവസമുള്ള വണ്ടി, പിന്നൊന്ന് ഡൽഹി ആനന്ദ് വിഹാറിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു രാജധാനി. സൈറങ് ഭാഗത്തെ ലൈനിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ ആയിട്ടില്ല.
ഡീസൽ തന്നെയാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാണ്. ഇത് രാത്രി 7 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. ഗുവാഹട്ടിയിലേക്കുള്ള ഡെയിലി വണ്ടിയാണ്. ഞങ്ങൾ ഗുവാഹട്ടിയിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത്. അതായത് ഞങ്ങൾ ഈ ട്രെയിനിൽ കയറിയിട്ട് നേരെ പോകുന്നത് ബദർപൂരിലേക്കാണ്. രാത്രി ഒരു 10 മണി കഴിയും അവിടെ എത്തുമ്പോൾ. WDP 4D ആണ് ലോക്കോമോട്ടീവ്. ഗുവാഹട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതേ ലോക്കോമോട്ടീവ് തന്നെയായിരുന്നു ഉണ്ടായത്. ന്യൂ ഗുവാഹട്ടി. വണ്ടി, അതായത് ഈ ലോക്കോമോട്ടീവ് എത്ര നേരത്തെ ഓണാക്കി നോക്കിയേ. ഇനിയും വണ്ടി പുറപ്പെടാൻ ഒരുപാട് മണിക്കൂറുകളുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് സൗകര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പോയി നോക്കിയിട്ട് വരാം. സൈറൻ ഗുവാഹട്ടി ട്രെയിൻ നമ്പർ 156-10. ഇങ്ങോട്ട് വരുമ്പം 156-09. ഇതിന്റെ എല്ലാ കോച്ചും ഇപ്പം തന്നെ ഓപ്പണായി. ഈ റെയിൽവേ സ്റ്റേഷനിലേക്കായിട്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ ഇതിന്റെ ഓരോരോ കോച്ചിൽ കയറി കിടക്കുകയാണിപ്പോൾ. എല്ലാം ഓപ്പണാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ S4 ആണ്. ഞങ്ങൾ എന്തായാലും ഇപ്പോഴൊന്നും കയറുന്നില്ല. ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ ആ ഒരു സമയമാകുമ്പം കയറാം. പിന്നെ ഇവിടെയാണ് വെയിറ്റിംഗ് റൂമൊക്കെ ഉള്ളത്. ഇതാ ഒരുപാട് സൗകര്യമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ. പ്രധാനമായും പറയുകയാണെങ്കിൽ നല്ല വൃത്തിയാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റേഷൻ വന്നിട്ട് അധികം ഒന്നും ആയിട്ടില്ലല്ലോ. ഇതാ ഇവിടെ ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് ഹാളാണ്. ഇത് അത്യാവശ്യത്തിന് നല്ലൊരു വെയിറ്റിംഗ് ഹാളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജനറൽ ക്ലാസ് വെയിറ്റിംഗ് ഹാളുണ്ട്, ലേഡീസ് വെയിറ്റിംഗ് ഹാളുണ്ട്, ക്ലോക്ക് റൂമുണ്ട്. ഇതാ ഇവിടെ തന്നെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ILP ഒക്കെ എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. സൈറാങ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ അവസാന ഭാഗത്തേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ വരെയാണ് മിസോറാമിൽ റെയിൽവേ ലൈൻ ഉള്ളത്. ഇനിയിപ്പോൾ ആ മുൻഭാഗത്തേക്ക് കാണുന്നത് വലിയ മലയാണ്. അവിടെയാണ് ലൈൻ അവസാനിക്കുന്നത്. ഭാവിയിൽ എന്തായാലും വന്നേക്കാം. അതുകൊണ്ട് ഇവിടെ വരെ വരൂ എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ റെയിൽവേ ആണല്ലോ. ഈ ഭാഗത്ത് ഒരുപാട് പണികളൊക്കെ നടക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഭിത്തിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആയേക്കാം. ഇവിടെ നല്ല രീതിയിൽ തന്നെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ലോറിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് കാണുന്നൊരു കാഴ്ചയാണ്. ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് പറഞ്ഞു മലനിര എന്ന്. അതെങ്ങനെ പറയാതെ നിൽക്കും? ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയില്ലേ. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഇവിടുന്ന് ഐസോളിലേക്കും ഐസോളിൽ നിന്ന് ഇവിടത്തേക്കും വന്ന ടാക്സിയൊക്കെ ഇല്ലേ, അതായത് ഷെയർ വണ്ടിയൊക്കെ ചെയ്തു പോയപ്പോൾ അതിലത്തെ ഡ്രൈവറൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം. അതായത് നമ്മൾ നേരത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഒരു ചർച്ചിലൊക്കെ പോയിട്ടുണ്ടായില്ലേ, അപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കണ്ടായി. ആ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതായത് ഈ ഒരു മിസോറാമിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ളത് ഇന്ത്യയിൽ ഈ ഒരു സ്റ്റേറ്റിനാണെന്ന് പറയാം. 98.2% വരുന്നത്. ഈ ഒരു സാക്ഷരതാ നിരക്ക് നമ്മുടെ കേരളത്തെക്കാട്ടുള്ളത്, അതായത് ടോപ്പിൽ നിൽക്കുന്നത് മിസോറാം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവാം എന്താ പറയുക, ഒരു സിവിക് സെൻസ് ഇവർക്ക് കൂടുതലുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല വൃത്തിയൊക്കെ. ഇവിടെ സ്റ്റേഷനിൽ ചെറിയ 2 കടകളൊക്കെ ഉണ്ട്. ചായ കുടിക്കണമെങ്കിൽ ഇവിടെ ചായ കുടിക്കാം. അതുപോലെ തന്നെ എന്താ ഈ 2 കട മാത്രമേ നിലവിലിപ്പോൾ ഉള്ളൂ. ILPൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് വന്നാൽ എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഫോം വാങ്ങിക്കേണ്ടത്. ഒരു ഫോമിൻ്റെ റേറ്റൊക്കെ പറഞ്ഞില്ലേ, 350 രൂപയാണ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്യാം. എന്നിട്ട് പുറത്തേക്ക് ഇതുവഴി ഇറങ്ങാം. നമ്മൾ യാത്ര ചെയ്യുന്ന S4 കോച്ചിൻ്റെ ഭാഗത്തേക്ക് ഇനി പോവാം. ഇതിന് മുഴുവനും 2025 മേഡ് കോച്ചുകൾ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ കോച്ചിലാണ് നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ളത്. ഇതുണ്ടോ 2025. ആദ്യത്തെ 2 അക്കമാണ് കോച്ച് നിർമ്മിച്ച ആ ഒരു വർഷത്തിനെ സൂചിപ്പിക്കുന്നത്. S4 ഇവിടെ എഴുതിയതില്ലേ, ഇത് ഏത് ഭാഷ, എനിക്ക് തോന്നുന്നു അസാമീസ് ആണെന്നാണ് തോന്നുന്നത്. അതെ, ഇത് അസാമീസ് തന്നെയാണ്. ഐസോളിൽ നിന്ന് ഹോളിഡേ അല്ലായിരുന്നു, അവിടെ ഒരു ഹോട്ടലും കിട്ടിയില്ലല്ലോ. ഇവിടെ ഇപ്പം നേരത്തെ കണ്ട ആ ഒരു കടയിൽ നിന്ന് ഒരു വെജ് ചൗമീൻ, അതായത് ഒരു നൂഡിൽസ് വാങ്ങിച്ചേ. ഒരെണ്ണത്തിന് 50 രൂപയാണ്. എക്സ്ട്രാ മസാലയൊക്കെ ഇടാൻ പറഞ്ഞ് ഞങ്ങൾ എക്സ്ട്രാ മസാലയൊന്നും വേണ്ട പറഞ്ഞു.
അപ്പോൾ ട്രെയിൻ പുറപ്പെടുന്നതിന് മുന്നേ നമുക്കിത് കഴിക്കാം. എല്ലാവരും ഇവിടുന്ന് ഇതാണ് വാങ്ങി കഴിക്കുന്നത്. 5:30 ഇപ്പോൾ നല്ല ഇരുട്ടൊക്കെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായി. അതായത് 4:30 ആകുമ്പോഴേ ഇവിടെ നല്ല ഇരുട്ട് വന്നു. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ കൂടി ഉണ്ട് ട്രെയിൻ പുറപ്പെടാൻ. ഡോറുകളൊക്കെ തുറന്നു, നമുക്കിനി എന്തായാലും കയറാം. സൈഡ് ലോവറും സൈഡ് അപ്പറുമാണ് ഞങ്ങളുടെ ബെർത്തുകൾ. 15 സൈഡ് ലോവർ, 16 സൈഡ് അപ്പർ. അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തത്. 6:44 ട്രെയിനിൽ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ കയറി തുടങ്ങി. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്, അത് ഇവിടെയാണ് വരുന്നത്. സൈറങ് റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 7 മണിക്ക് തന്നെ ട്രെയിൻ പുറപ്പെട്ടു. ശരിക്കും ഈ ഭാഗത്തേക്ക് റെയിൽ റൂട്ട് വന്നത് ഐസ്വാൾ ഈ ഒരു മിസോറാം ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരമാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ബൈറബിയാണ്. പകല് കണ്ട കുറുങ്ങ് ബ്രിഡ്ജ്. ഇനി ഒരുപാട് പാലങ്ങൾ താണ്ടി വേണം ബൈറബി എത്താൻ. ട്രെയിൻ ഇപ്പോൾ കൊളാസിബ് ജില്ലയിലെ ബൈറബി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ 8:16 ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഈ സ്റ്റേഷനിലൊക്കെ കയറാനുണ്ടായിരുന്നു. മിസോറാമിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണ്. മിസോറാമിൽ ആകെ ഈ ട്രെയിന് 2 സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ മിസോറാമിൽ നിന്ന് വിട പറയുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആസാമിലേക്ക് കയറും. BHRB എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അസാമിലെ ജാമിറ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ കാണുന്ന ട്രെയിനില്ലേ, ഇത് സിൽച്ചറിന്ന് ബൈറബിലേക്ക് പോകുന്ന പാസഞ്ചറാണ്. ഇത് സിംഗിൾ ട്രാക്ക് ആണല്ലോ. ട്രെയിൻ ഇപ്പോൾ സ്റ്റോപ്പില്ലാത്തൊരു സ്റ്റേഷനിൽ നിർത്തിയ ക്രോസിംഗ് ആണ്. കൊൽക്കത്തയിൽ നിന്ന് സൈറങ്ങിലേക്കുള്ള ട്രൈ വീക്ക്ലി എക്സ്പ്രസ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകും. ആ ട്രെയിൻ 3.5 മണിക്കൂർ ഡിലേ ആണ്. ട്രെയിൻ കടന്നു വരികയാണ്. ഇവിടെ ഇപ്പം ചെറിയ തോതിൽ മഴയും ഉണ്ട്. അപ്പോൾ ഇത് നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ലോക്കോമോട്ടീവ് ഇതിന് അറ്റാച്ച് ചെയ്തത്. മിസോറാമിലെ സൈറങ്ങിൽ നിന്നും 147 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ബദർപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 10:10 ഇവിടെ എത്തേണ്ടത്. ഇപ്പോൾ 11:04. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ ഇപ്പോൾ വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ട്രെയിന് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ട്. ഹഫ്ലോങ് ഭാഗത്തേക്ക് പോകുമ്പോൾ ബാങ്കർ ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം മുന്നിലുള്ള ആ ഒരു ലോക്കോമോട്ടീവ് അവിടെ തന്നെ ബാങ്കറായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ ഹഫ്ലോങ് സൈഡിലേക്ക് പോകുമ്പോൾ മുന്നിൽ മാത്രം ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്താൽ മതിയല്ലോ. Serang Guwahati Express 2 নম্বর প্ল্যাটফর্ম এ দাঁড়িয়ে আছে. ধন্যবাদ. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ സമയത്ത്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകൾ കാണാം. ഇവിടുന്ന് പൂരിയും സബ്ജിയൊക്കെ
ലൈവായിട്ട് റെഡിയായി തരുന്നത് കാണാം. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഒരു കടയിൽ നിന്ന് രാത്രിക്ക് ഭക്ഷണം കഴിക്കാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം. രാത്രിക്ക് പൂരി സബ്ജിയാണ് കഴിക്കുന്നത്. 5 പൂരിയാണ് ഉള്ളത്. അതുപോലെ തന്നെ കറിയായിട്ട് വൻപയറാണിത്. പിന്നെ ഇത് കടലയുണ്ട്, അതോടൊപ്പം തന്നെ സോയാബീനും. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി അടുത്ത പരിപാടി, ഞങ്ങൾ ഇന്ന് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. റെയിൽവേന്റെ റിട്ടയർ റൂം. അത് 8 മണിക്കാണ് റൂമിന്റെ ചെക്ക് ഇൻ ടൈമൊക്കെ പറഞ്ഞത്. ഇപ്പൊ 11 മണി കഴിഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ പോവാം. ചെക്ക് ഇൻ ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയറിംഗ് റൂമൊക്കെ വരുന്നത്. റൂം നമ്പർ 1 ആണ് നമ്മുടേത്. ഇവിടെ ഡോർമെട്രി സൗകര്യമുണ്ട്. ഡോർമെട്രി ഇവിടെയാണ് വരുന്നത്. റിട്ടയറിംഗ് റൂം ഇവിടെയാണ്. ഒരു റൂം മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൽ ഞങ്ങളെടുത്ത റെയിൽവേയുടെ മുറി ഇതാണ്. ഒരു ബെഡ് അവിടെയും ഒരു ബെഡ് ഇവിടെയാണ്. പിന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ഫാനുണ്ട്, ഇവിടെ ഒരു ഫാനുണ്ട്, ഇതാ ഇവിടെ ഒരു ഫാനുണ്ട്. പിന്നെ കയറി വരുമ്പം ഈ ഭാഗത്ത് തന്നെയാണ് ഒരു സോഫയും ഒരു ടേബിളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റൊക്കെ ഉള്ളത്. ഈ ഭാഗത്ത് ജനലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കൊതുക് വരും. അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ചയാണിത്. 12 മണിക്കൂർ സ്ലോട്ടിലാണ് ഈ റൂം ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഈ റൂമിനാകെ വന്ന ചാർജ് 380 രൂപയാണ്. അതുപോലെ തന്നെ മിസോറാമിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. ശരിക്കും പറഞ്ഞാറുണ്ടല്ലോ, മിസോറാമിന്റെ ക്യാപിറ്റലായ ഐസ്വാളിലേക്ക് നമുക്ക് വളരെ സുഗമമായി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെയിൻ തന്നെയാണ്. ഈ ട്രെയിൻ ഗതാഗതം സൈറങ്ങിലേക്ക് വരുന്നതിന് മുൻപേ ആണെങ്കിൽ നമ്മൾ റോഡ് വഴി പോകണം. കുറച്ച് ദുർഘടം തന്നെയാണ്, ഒരുപാട് സമയം എടുക്കും. അല്ലെങ്കിൽ ഫ്ലൈറ്റിന് കൊൽക്കത്തയിൽ നിന്ന് ഐസ്വാളിലേക്ക് ഫ്ലൈറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പൊ സുഖമായിട്ട് എങ്ങനെ വേണമെങ്കിലും പോവാം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നാളെ രാവിലെ ഇവിടെ നേരെ അടുത്ത സംസ്ഥാനമായ ത്രിപുരയിലേക്ക് ട്രെയിൻ കയറി പോവാണ്. ത്രിപുരയിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ ഉണ്ട് അവിടുന്ന്, അഗർത്തലയിൽ നിന്ന്. അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് നാളെ ഇവിടുന്ന് ഉച്ചയ്ക്ക് മാത്രമേ വണ്ടിയുള്ളൂ കേട്ടോ. അതും ഒരു പ്രധാനപ്പെട്ട ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു മത്സരം ഉണ്ടെന്നേക്കും. ബൈ.